എന്തിനാണ് ഈ വെൽക്കം കണ്ടുപിട്ടത്? ഈ എല്ലാം ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ അഭിനയ രംഗങ്ങൾ കണ്ട് നിങ്ങളാരും ഞെട്ടണ്ട. ഇന്ന് എൻ്റെ അച്ഛമ്മേൻ്റെ 100ാം പിറന്നാളാണ്, 100 ഇയേഴ്സ് സെലിബ്രേഷൻ. അപ്പോൾ തലേനാൾ ചെറിയ ഡെക്കറേഷൻ പരിപാടീൻ്റെ സമയത്ത് നമ്മളെടുത്ത വീഡിയോ ആണിത്. ഞാനും എൻ്റെ അളിയനുമാണിത്, എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഇന്ന് 100 വയസ്സായി. അപ്പോൾ നമ്മളൊരു വലിയ പരിപാടിയാണ് നടത്തുന്നത്. നാട്ടിലെ എല്ലാ ആൾക്കാരും റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് വീട്ടിൽ. അച്ഛമ്മ മെറൂൺ കളർ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു കളർ കോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മെറൂൺ ഷെയ്ഡ് വരുന്ന എന്തെങ്കിലും ഡ്രസ്സ് ഇടണം. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനിത് സ്റ്റിച്ച് ചെയ്തതാണ്. കല്യാൺ സിൽക്സിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. എൻ്റെ ഡിസൈനിങ് ആണ്. അപ്പോൾ ഓരോ ആൾക്കാരായിട്ട് വരുന്നുണ്ട്. ഇവരെ നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടാകും. ഇവരാണ് എൻ്റെ ടീം, എൻ്റെ ഡാൻസ് ടീം. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസൊക്കെയാണ് ഈ വരുന്നത്. പിന്നെ ഓരോരാളായിട്ട് വരുന്നുണ്ട്. പിന്നെ അവർ അച്ഛമ്മേൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നത്. അച്ഛമ്മക്ക് ഇവരെല്ലാവരും അറിയാം. എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നവരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ വീട്ടിൽ വരുന്നതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ഫുൾ സജീവമാവാമെന്ന് വിചാരിച്ചു. ഇന്ന് എല്ലാവർക്കും വെള്ളമെല്ലാം കൊണ്ട് കൊടുത്ത്, വെറും വീഡിയോക്ക് വേണ്ടിയിട്ടല്ല, ഞാനാണ് എല്ലാവർക്കും വെള്ളം കൊടുത്തിട്ടുണ്ടായത്. രാവിലെ തന്നെ നിഖിലേട്ടനും അളിയനും കൂടി ടാങ്ക് നല്ല രീതിയിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയിട്ട് കൊടുത്തു. കുക്കൂസാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഇങ്ങനെ നിഖിലേട്ടൻ്റെ മുഖം വരുന്നത്. നമ്മളെല്ലാവരും കുറച്ച് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അച്ഛമ്മേരെ 100ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ അച്ഛമ്മക്ക് 5 മക്കളാണ്, എൻ്റെ അച്ഛനടക്കം. അപ്പം മക്കളെയും പേരമക്കളും അങ്ങനെ കുറേ മക്കളുണ്ട് അച്ഛമ്മക്ക്. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് പണ്ടേ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു ഇത്. അപ്പം കുറച്ച് വലിയ രീതിയിൽ തന്നെ നടത്തണം എന്നുണ്ടായിരുന്നു. അച്ഛമ്മേനെ കുറിച്ച് പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ വന്നിരുന്ന് സംസാരിക്കുന്നതും, പിന്നെ അച്ഛമ്മേൻ്റെ കാര്യങ്ങൾ അച്ഛമ്മ തന്നെ പറയുന്നതും, പിന്നെ മക്കൾക്ക് പറയാനുള്ളതും, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പം ഇതാണ് കേക്ക്. നമ്മുടെ നാട്ടിലെ പലൂതയിൽ നിന്ന് വാങ്ങിച്ചതാണ്. വാൻജോ കേക്കാണ്. അപ്പം ഗോപിക അക്ഷയൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ എൻ്റെ കസിനാണ്. ഗോപികേനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ എൻ്റെ ഇളയമ്മമാരും അമ്മായിമാരും ഏച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഇവരൊക്കെയാണ് ഇന്നത്തെ ഈ പരിപാടിയിലെ വിശിഷ്ട അതിഥികൾ. ഇവരൊക്കെ നമ്മളെ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരാണ്. മാഷന്മാരും അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. അപ്പം അച്ഛമ്മേനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഭയങ്കരമായിട്ടൊരു അത്യപൂർവമായൊരു കാര്യമാണ് 100 വയസ്സിൻ്റെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ചുരുക്കം ചിലർ മാത്രമേ 100 വയസ്സ് വരെ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുള്ളൂ. മാത്രമല്ല ചുരുക്കം ചിലരുടെ മാത്രമേ ഇതുപോലെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ അച്ഛമ്മേനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതാണിത്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛമ്മേൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അച്ഛമ്മ കേക്ക് കട്ട് ചെയ്യുന്നതെന്ന്, അതും 100ാം വയസ്സിൽ. ശരിക്കും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 100ാം വയസ്സിൽ ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പം ഇത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന അച്ഛമ്മേൻ്റെ മക്കളാണ്. എൻ്റെ വല്യമ്മമാരും വല്യച്ഛന്മാരും ഒക്കെയാണ്. പിന്നെ എൻ്റെ അച്ഛനും ഉണ്ട്. ഇത് അച്ഛൻ്റെ 2 ഏച്ചിമാരും 2 ഏട്ടന്മാരുമാണ്. അപ്പം ഈ കേക്ക് കൊടുക്കുന്നതും ഇങ്ങനെ കൊടുക്കുന്നതെല്ലാം ആദ്യമായിട്ടാണ് അച്ഛമ്മ. അപ്പം അച്ഛമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെൻ്റെ അച്ഛനാണ് കേക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മേനെ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു അപൂർവമായ കാര്യം ആദ്യമായിട്ടാണ് നമ്മൾ കുടുംബത്തിൽ നാട്ടിലും നടക്കുന്നത്. അപ്പം കസിൻസും എല്ലാവരും കേക്ക് കൊടുക്കുകയാണ് അച്ഛമ്മക്കും ഭയങ്കര സന്തോഷമായി. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അച്ഛമ്മനെ കുറിച്ച് കുറച്ച് വിശിഷ്ടാതിഥികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാരാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛമ്മേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 100 വയസ്സിൽ പോലും അച്ഛമ്മേൻ്റെ 15ാം വയസ്സിലെ ഓർമ്മ അച്ഛമ്മക്ക് ഇപ്പോഴും ഉണ്ട്. പണ്ടത്തെ അച്ഛമ്മേൻ്റെ സ്വാതന്ത്ര്യ സമരം തൊട്ട് ഇപ്പോഴത്തെ മോഡേൺ എറയിലെ കാര്യങ്ങൾ അച്ഛമ്മക്ക് അറിയാം. അച്ഛമ്മേൻ്റെ ഭർത്താവ്, അതായത് എൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള ജീവിതങ്ങളും, അത് കഴിഞ്ഞ് മക്കളെ കൂടെയുള്ള ജീവിതങ്ങളും, ഇപ്പോൾ പേരമക്കളെ കൂടെയുള്ള ജീവിതം എല്ലാം അച്ഛമ്മക്ക് കറക്റ്റായിട്ട് ഒരു തെറ്റുപോലും പറ്റാണ്ട് കറക്റ്റ് ഓർമ്മയിൽ സംസാരിക്കാൻ പറ്റും. അതുതന്നെയാണ് എൻ്റെ അച്ഛമ്മേൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അതുതന്നെയാണ് ഞാൻ ഏറ്റവും അത്ഭുതമായിട്ട് കാണുന്ന ഒരു സംഭവം എൻ്റെ അച്ഛമ്മേൻ്റെയിൽ. അങ്ങനെ എല്ലാവരും കേക്ക് കട്ടിങ്ങും പ്രസംഗമൊക്കെ കഴിഞ്ഞ് സദ്യയായിരുന്നു. ഞാൻ ഓൾറെഡി കഴിച്ചു. വീഡിയോ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് അമ്മ കഴിക്കുന്ന വീഡിയോ എടുത്ത്. കുറേ കറി ഉണ്ടായിരുന്നു, പിന്നെ നല്ല അടിപൊളി പ്രഥമനും ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു.
എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷമായി. കുറേ ആൾക്കാർ വന്നത് കണ്ട സമയത്ത് അച്ഛമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛമ്മക്ക് സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും, മക്കൾക്കും പേരമക്കൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ അച്ഛമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഒരുപാട് ആയുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.